ഇവിടെയാണ് ഡൗൺ ടൗൺ ഫ്രീ ഷട്ടിൽ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടും ഒരു ചെറിയ റിവറുണ്ട്. ഇതിൽ പിങ്ക് സാൽമണൊക്കെയാണ് കൂടുതലായിട്ടും ഇവഴി മേപ്പോട്ട് കയറി പോകുന്നത്. അവിടെ ദൂരത്തായിട്ട് കണ്ടു ഒരു സാൽമൺ ഇപ്പം അവിടെ കയറി പോകുന്നുണ്ട് മേപ്പോട്ട്. നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാ കോർണറിലായിട്ടാണ് സാൽമൺ നിൽക്കുന്നത്. ഇത് കുറേ സാൽമൺ ഉണ്ട്. ഇതാ വെള്ളം ഇങ്ങനെ അടിക്കുന്ന കേട്ടോ. ഇതാ അവിടെ ആയിട്ട് കണ്ടോ. ഇതാ അതുവഴി ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാണ് സാൽമൺ. ഇതാ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. യെസ്, അതെ കണ്ടോ. ഇതേപോലെയാണ് ഈ സാൽമൺ ഇതുവഴി ഇങ്ങനെ ഈ മലകളുടെ മുകളിലേക്കൊക്കെ കയറി പോകുന്നത്. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇതാ അതിങ്ങനെ ഏരിയയിലൊക്കെ നമുക്ക് കാണാം കുറേ അധികം കണ്ടോ. വെള്ളം ഇങ്ങനെ മേപ്പോട്ട് ജമ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ വലിയ സാൽമനാണ്. അപ്പം ഈ സാൽമൺ നമ്മൾ ഈ ടോട്ടം പോൾ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഈ സൈഡുകളിൽ മൊത്തം ഇതേപോലുള്ള സാൽമനാണ്. സൈഡ് ഓരം ചേർന്നാണ് അത് പോകുന്നത്. ഈ വെള്ളത്തിന് ഒഴുക്ക് ഒഴിവാക്കി പുല്ലൊക്കെയുള്ള സൈഡ് വഴിയാണ് നമ്മൾ മേപ്പോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇതാ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെട്ടുന്ന കാണാം. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം സാൽമൺ അതുവഴി ഇങ്ങനെ മേപ്പോട്ട് കയറി പോകുന്നതാണ്. നമുക്ക് എന്തായാലും ഈ ടോട്ടം പോളിൻ്റെ അടുത്തേക്ക് പോകാം. ഇത് അവിടെ ഒന്ന് രണ്ടെണ്ണം കൊണ്ട് ഞാൻ അതിനെ കൂടെ കാണിക്കാം. ഇതാ അവിടെ സൈഡ് വഴി ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് എണ്ണിയാൻ തരത്തില്ല. ഇതാ കണ്ടോ വലിയ വലുപ്പമുള്ള സാൽമനാണ്. ഇതെല്ലാം ഇങ്ങനെ മുട്ടയിടാൻ വേണ്ടി ഇങ്ങനെ കയറി പോകുന്നതാണ്. എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് ഒരു സാൽമൺ കിട്ടുക. അപ്പോൾ 5 വർഷത്തിൽ 5ാമത്തെ വർഷമാണ് മിക്കവാറും ഇതൊക്കെ. ഇതാ മിക്കവാറും ഇതൊക്കെ തിരിച്ച് എത്തി മുട്ടയിട്ട് അതിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ഇതാ അവിടെയൊക്കെ കണ്ടോ വലിയ സാധനമല്ലേ. ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് സൈഡുകളിൽ. അത് വെള്ളത്തിനെ ഓപ്പോസിറ്റ് കട്ട് ചെയ്ത് കയറി പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഓരത്തുള്ള ഒഴുക്ക് കുറവുള്ള വസ്തുവിലാണ് അത് കയറുന്നത്. ഇതുണ്ടോ ഇങ്ങനെ കയറി വരുവാണ്. ഇതുണ്ടോ ഇത്തരത്തിലാണ് ഈ സാൽമൺ ഈ മുട്ടയിടാൻ വേണ്ടി വരുന്നത്. കുറേ അധികമാണ്. നമുക്ക് അങ്ങനെ ഞാൻ എണ്ണിയാലോ പറഞ്ഞാലോ ഒന്നുമില്ല. കുറേ അധികം നമ്മൾ സെറ്റ് കേക്ക് കണ്ട വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നല്ലോ കരടി പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കാൻ കരടി വരാറുണ്ട്. അപ്പോൾ പകൽ സമയത്തൊന്നുമല്ല, രാത്രി സമയങ്ങളിലും ഈവനിങ്ങിലൊക്കെയാണ് കൂടുതലും ഇത് വരിക. നമ്മൾ ഈ കാണുന്ന ഈ വെള്ളം എവിടെ സ്പ്ലാഷ് ചെയ്തോ അവിടെ നോക്കിയാൽ മതി, നമുക്ക് സാൽമണെ കാണാം. ഇത്രമാത്രം സാൽമൺ ഒത്തിരി എണ്ണം ഇങ്ങനെ വരിക. നമ്മൾ കണ്ടുവരുന്ന ഒത്തിരി സമയം പോകും. നമുക്ക് എന്തായാലും നമുക്ക് ഈ ടോട്ടം പോൾ ഹെറിറ്റേജ് സെൻറ്ററിലോട്ട് പോകാം. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് കുറച്ച് കാഴ്ചകളോടെ ഞാൻ സാൽമണെ കാണിക്കാം. ഇവിടുത്തെയും അപ്പുറത്ത് നമുക്ക് പോയിട്ട് വലിയ എല്ലാ കളറിലുള്ള സാൽമണും കയറി വരുന്ന ഒരു ക്രീക്കുണ്ട്. അവിടുത്തെ കാഴ്ചയോട്ട് നമുക്ക് ഇത് കഴിഞ്ഞ് പോയി കാണാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോട്ടം പോൾ സെൻറ്ററിലോട്ട് കയറി പോകാം. ഫ്രീ ഡൗൺ ടൗൺ ഷട്ടിലേക്ക് ഇതായി ഇവിടെ വരുമെന്ന് എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചകൻ മ്യൂസിയം, ടോട്ടം ഹെറിറ്റേജ് സെൻറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആ സാൽമൺ റണ്ണുള്ള ആ റിവർ. നമ്മളിതാ ഇതുവഴി അകത്തേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ പാസ്. അപ്പം നമ്മളിതിങ്ങനെ ഡ്രസ്സിൽ ഒട്ടിക്കണം. നമ്മൾ ഈ കാണുന്ന ടോട്ടം പോൾസൊക്കെ 1970 മുതലുള്ളതുണ്ട്, അതിനേക്കാൾ പഴക്കമുള്ളതുമുണ്ട്. ഇതൊക്കെ ഇവർ പലയിടത്ത് ഇവിടെ ചുറ്റുവട്ടത്ത് നിന്ന് പലയിടത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ തടിയൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിലായിട്ടൊരു ഈഗിൾ താഴോട്ടിരിക്കുന്ന കേട്ടോ, ആ ഒരു ടോട്ടം പോളിൻ്റെ അത് ഐലൻഡിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ടുള്ള അത് ബ്രൗൺ പെയറാണ്. അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്നത് ടീത്ത് ഷാർക്കിൻ്റെ കില്ലർ വീല്, അങ്ങനെ കുറേ കഥകൾ പറഞ്ഞിട്ടാണ് അത് താഴേക്ക്. ചിലത് സക്സസിൻ്റെയാണ്, ചിലത് സന്തോഷത്തിൻ്റെ, അങ്ങനെ പല പല സ്റ്റോറികളാണ്. ചില യുദ്ധങ്ങളുടെ കഥയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അവരുടെ ആ ഒരു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഈ സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് നേഷൻസിൻ്റെ ക്ലോത്തിലുള്ള ആർട്ടാണ്. അപ്പോൾ അതെല്ലാം ഈ തരത്തിലാണ്. ഈ ഫേസുകൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഫസ്റ്റ് നേഷൻ്റെ ആണ്. ഈ പെയിൻറ്റിങ് തന്നെ അവരുടെ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു രീതിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. ഈവൻ അവരുടെ ക്ലോത്ത്സിലൊക്കെ എപ്പോഴും നമുക്ക് ആ ഒരു ഡിസൈൻ കാണാൻ പറ്റും. ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സിംഗിൾ വുഡിൽ തീർത്തേക്കുന്ന ഒരു ബോട്ടാണ്. ശരിക്കും അത് ഒരു ഫുൾ തടി കിട്ടി നടുമുതലിങ്ങനെ വെട്ടിയെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. സിംഗിൾ വുഡാണിത്. ഈ സൈഡിലായിട്ട് അവരുടെ കുറച്ച് ഫിഗേഴ്സ് നമുക്ക് കാണാം.
അവരുടെ ഫേസസ് ആണിത്. ഓരോ ഫേസുകൾ അതിൻ്റെ പേര് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ക്രൗൺ ആണ് ഇതായി താഴെയുള്ള ആളുടെ. ഒരു സിംഗിൾ വുഡിൽ തീർത്തിരിക്കുന്ന ജോയിൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഇത്രയും വീതിയുള്ളൊരു തടിയിലാണ് അവർ ആർട്ട് ചെയ്തേക്കുന്നത്. സൈഡിൽ അവരുടെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പാ പോലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ സൈഡിലും നമുക്ക് ഉള്ളത് ഈ ക്ലോത്ത്സാണ്. അവർ പല ലെതറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഈ ലെതറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലോത്ത് ആ ഒരു ടൈപ്പിലാണ് അവർ ചെയ്യുന്നത്. ഇത് കിച്ചണിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു പടത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലാണ് കിച്ചൺ ടൗണ് സിറ്റി എന്നൊക്കെ നമ്മൾ ദൂരത്തു നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ. ഇത് അവരുടെ ന്യൂ ജനറേഷനുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് ഈ സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഈ തരത്തിലാണ് ഈ ടോട്ടം പോൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് വാർണിഷ് പോലെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു പ്രകൃതിയിൽ നിന്നുള്ള കളേഴ്സാണ്. അപ്പോൾ എനിക്ക് ഓയിലാണെന്ന് എനിക്ക് തോന്നുന്നു. വാർണിഷല്ല, ഓയിൽ യൂസ് ചെയ്തിട്ടാണ് അതിനെ അവർ ഫിക്സ് ചെയ്യുന്നത്. ഈ തരത്തിലാണ് ഈ ടോട്ടം പോളിനെ അവർ ഉണ്ടാക്കിയതിന് ശേഷം വെളിയിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. അത് നാട്ടുന്നതും ഇതേപോലെ തന്നെ തടിയൊക്കെ വെച്ചിട്ടല്ല, ക്രെയിനൊന്നുമല്ല, അതിനിങ്ങനെ നേരെയാക്കുന്നത്. ഇതാണ് അവർ അതിനകത്ത് കൊത്തി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതെല്ലാം പഴയ ടോട്ടം പോൾ അവരിവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഗ്ലാസ് ക്യാബിനകത്താണ് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത്. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പം നശിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ സൈഡിലായിട്ടൊരു മുതലയുടെ തലയുള്ള ഒരു ടോട്ടം പോളാണിത്. നമ്മൾ ഈ കാണുന്ന അലാസ്കയുടെ റോഡുകളാണ്. നമ്മളിപ്പോൾ കണ്ട ക്രീക്ക് ഇതാ ഈ പാലത്തിന് താഴെ കൂടെയാണ് സാൽമൺ മേപ്പോട്ട് കയറിപ്പോയി നമ്മൾ കണ്ടത്. നമ്മളിതാ ഇവിടെ നിന്ന് താഴേക്ക് പോവാണ്. ഇവിടെ കിങ് സാൽമൺ അതേപോലെ തന്നെ വലിയ മീനുകളൊക്കെ കയറി പോകുന്ന ഒരു ക്രീക്കുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് കിച്ചണിൽ സാധാരണ കാണുന്ന വീടുകളുടെയൊക്കെ മുന്നിലുള്ളൊരു സ്റ്റെയറാണ്. അപ്പോൾ ഇവർ ലാഡർ സ്റ്റെയർ എന്നൊക്കെ പറയും. ഇപ്പോൾ ഇത്രയും പൊക്കത്തിലൊക്കെയാണ് വീടുകളിരിക്കുക. എല്ലാത്തിനും ഇതേപോലുള്ള ലോങ് സ്റ്റെയർസ് ഉണ്ട്. അപ്പോൾ അത് കയറി അവർക്ക് വീടുകളിലോട്ട് എത്താൻ പറ്റില്ല. ഇങ്ങനെ കുന്നിൻ്റെ ചരിവിലായിട്ടാണ് വീടുകളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഈ ഡൗൺ റോഡിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ സൈഡിൽ കൂടെ തന്നെ ആ ക്രീക്ക് ഒഴുകുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് സാൽമനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ അതിങ്ങനെ ജമ്പ് ചെയ്താണ് ഈ വെള്ളത്തിലേക്ക് കയറി പോകുന്നത്. വെള്ളം ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഈ സാൽമൺ റൺ ചെയ്യുന്നത്. എന്നാലേ അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് അതിനെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ പൊതുവിൽ സാൽമൺ ക്യാപിറ്റൽ എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഇവിടെ ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടോ എന്തുമാത്രം സാൽമൺ അവിടെ വയ്ക്കുന്നത്. ഈ സാൽമണൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ കയറി അതിൻ്റെ ആ ലൈഫ് സ്പാൻ 5 വർഷം എന്ന് പറഞ്ഞാൽ 5ാമത്തെ വർഷമാണത് തിരിച്ചു വരുന്നത്. ഇവിടെ നിന്ന് ഇത് പോയി അവിടെ അത് ഇവിടെ മുട്ട വിരിഞ്ഞ് അത് വെള്ളത്തിലേക്ക് പോയി വീണ്ടും അതിങ്ങനെ വളർന്നു വലുതായി തിരിച്ചത് മുട്ടയിടാൻ വേണ്ടി വരുന്നതാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും. അതാണ് ഈ സാൽമൺ എന്ന് പറയുന്ന ഈ വലിയ മത്സ്യത്തിൻ്റെ കഥ. അപ്പോൾ അതിങ്ങനെ ഇതുവഴി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ അതാണ് കാണുന്നത്. ഈ സൈഡ് വഴി നമുക്ക് കാണാൻ പറ്റും. സൈഡ് വശത്തൂടെയും റോഡ് എന്താ പറയുക ഈ ക്രീക്കിൻ്റെ നടുവിലും ഒക്കെ ഇതിങ്ങനെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ക്രീക്കിൽ ഇപ്പം കൂടുതലായിട്ട് ഇവർ കാണുന്ന സിൽവർ അല്ലെങ്കിൽ പിങ്ക് സാൽമൺ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഡൗൺ ടൗണിനകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ സാൽമൺ അവിടെ ഉണ്ട്. നമ്മുടെ റെഡ് സാൽമൺ ഉണ്ട്. ഇതൊക്കെ പിങ്ക് സാൽമണാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ കൂടുതലായിട്ട്. ഓരോ സൈഡിൽ കൂടെയാണ് അതിൻ്റെ കയറി പോകുന്നത്. അത് ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണത്. ഈ ഒരു സ്ഥലത്താണ് സാൽമൺ ജമ്പ് ചെയ്ത് കയറി നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. മുമ്പേ നമ്മൾ ആ ഡെക്ക് ബോട്ട് ടൂറിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ നിർത്തി നമുക്ക് ചോദിനെ കാണാൻ പറ്റിയില്ല. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുമ്പം സാൽമൺ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ ഒരു കുത്തു വെള്ളം ചാടി കയറാനാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അതിങ്ങനെ ജമ്പ് ചെയ്ത് കയറും. ഓരോ ട്രയൽ ഇങ്ങനെ വന്ന് കയറി നിൽക്കുകയാണ്. നമുക്ക് ആ കാഴ്ച കാണാം. ഇത് കയറുന്നുണ്ടോ ഇവിടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സാൽമൺ ചാടി കയറുന്നതാണ് ഈ സൈഡിലുള്ള കയറി വരുന്നൊക്കെ ഇത് ഇതായിട്ട് വരുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് മീൻ കയറി വരുന്ന കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് സാൽമൺ ജമ്പ് ചെയ്യുന്നത്. താഴെ നമുക്ക് ആ വെള്ളത്തിനായിട്ട് അതിനെ കാണാം. അവിടെ ഒന്ന് നിന്നിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് കയറുകയാണ്. ഞാൻ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കാം, അപ്പോൾ എനിക്ക് സൺലൈറ്റ് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ നിറച്ച് അവിടെ സാൽമൺ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരു വലിയ ലൈനപ്പ് ഇതുണ്ടോ, സാൽമണിൻ്റെ വലിയ ലൈനപ്പ്. അതെല്ലാം അവിടെ റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഈ വെള്ളം ചാടി കയറാം. അപ്പോൾ എളുപ്പത്തിൽ കയറാൻ പറ്റത്തില്ല. ഈ മീൻ കണ്ടോ, ഇങ്ങനെല്ലാം ഈ വെള്ളച്ചാട്ടം മേപ്പോട്ട് ചാടി കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ വന്ന് കഴിയുമ്പോൾ അവിടെ പോയി നിൽക്കും. വീണ്ടും അവരിവിടെ വരും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് കയറി വരും. എന്തായാലും അവർ ഇതുവഴി കയറി പോകുന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ആ മൂളിക്കൊക്കെ നിൽക്കുന്ന സാൽമണൊക്കെ ഉണ്ടാവും. സാൽമണൊക്കെ ഒഴുകി പോകും കുറേ. അതിങ്ങനെ ജമ്പ് ചെയ്ത് കയറാനേ പാടുള്ള കാരണം അതിങ്ങനെ ഒഴുകി പോകും. പക്ഷെ എന്നാലും അത് ചാടി കയറും. കയറിക്കഴിഞ്ഞാൽ ഈ സൈഡ് ഇതായത് കണ്ടോ, ഈ സൈഡ് വഴി അത് ഇങ്ങനെ ഇങ്ങനെ കയറി പോരും. അതാണ് ഇത് സംഭവിക്കുന്നത്. ഈ മൂലയ്ക്ക് ഈ പാറയുടെ സൈഡിലായിട്ട് നമ്മൾ നോക്കി കാണാൻ പറ്റും. സാൽമണിൻ്റെ ഇവിടെ കയറി നിൽക്കുന്നതാണ്. ഭയങ്കര പാടാണ് ബാലൻസ് ചെയ്ത് കയറി പോകാൻ. കുത്തൊഴുക്കത്തിൽ ഇതിലും വലിയ വെള്ളച്ചാട്ടമൊക്കെ ചാടിയാണ് അത് കയറി പോകുന്നത്. കയറി വരുമ്പോൾ അതിനെ ഒഴുകി താഴോട്ട് കൊണ്ടുപോകും. പിന്നെ അതിങ്ങനെ സൈഡ് വഴി ചിറകടിച്ച് മുകളിലേക്ക്, ചിറകല്ലല്ലോ എന്താ പറയുക, നീന്തി അത് മുകളിലോട്ട് കയറും. ആ കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക ഈ സൈഡിലിരിക്കുന്ന ആൾക്കാർ മൊത്തം ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇതാ എത്ര സാൽമണല്ലേ, സാൽമൺ ഇങ്ങനെ ഇവിടെ ഒരു സൈഡ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കയറിപ്പോകുന്ന ഈ വഴിയാണ്. ഇതാ ജമ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ഇവിടെ. ഇങ്ങനെ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും എത്രമാത്രം എണ്ണമാണുള്ളത്. അങ്ങനെ ജമ്പ് ചെയ്ത് കയറാനുള്ള ശ്രമത്തിലാണ് അവിടെ. അപ്പോൾ അതിനകത്ത് ചിലർ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം സാൽമണാണ് ഇവിടെ നിന്ന് വരികയാണ്. അപ്പോൾ ആ സാൽമൺ ഇവിടെ വന്നതിന് ശേഷം ഇതാ ഇതുവഴി ഇങ്ങനെ കയറി ഇതാ ഇങ്ങനെ പോയിട്ട് ഇതാ ഈ ക്രീക്കിൻ്റെ ഡൗണിൽ കൂടെ താഴേക്കൂടെ അതാവുക ഈ ക്രീക്കിൻ്റെ താഴേക്ക് മൊത്തം പാറക്കെട്ടുകളാണ്. അപ്പോൾ അതിനകത്തൂടെ കയറിയാണ് അവർ നെറ്റോട്ട് പോകുന്നത്. ഈ സൈഡിൽ കാണാൻ പറ്റും എത്രമാത്രം സാൽമണാണ് തെറിച്ച് തിരിച്ചു വരികയാണ്. ഈ വെള്ളത്തിനകത്ത് കണ്ടോ ഇതൊക്കെ കയറാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അത്രയും കുത്തൊഴുക്കായതുകൊണ്ട് അവർക്ക് അവിടുന്ന് ബാലൻസ് പോയിട്ട് തിരിച്ചു വരികയാണ്. നല്ല ഒരു ചാടി കയറുന്നുണ്ട്. എത്രമാത്രം സർവൈവ് ചെയ്ത് അവർ ഇതുവഴി കയറി പോകുന്നതല്ല. ശരിക്കും റിയൽ ഫൈറ്റ് തന്നെ അതിനകത്ത് നടക്കുന്നത് അല്ലേ. അവരുടെ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മുട്ടയിടാൻ വേണ്ടി അവർ എന്തുമാത്രം കഷ്ടതകളാണ് സംഭവം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു യാത്രയിൽ തന്നെ എത്രണ്ണം ഈ പോകുന്ന വഴി തന്നെ ചത്തുപോകുന്നുണ്ട് കരടി പിടിച്ച് അല്ലേ. അല്ലാതെ തന്നെ എന്തൊക്കെയോ വലിയ പാറയെടുക്കുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. എത്രയും തിരിച്ച് ഫോഴ്സ് വരുന്നതല്ലേ. പിന്നല്ലാതെ കുറേ ആൾക്കാർ പിടിക്കുന്നുണ്ട് ഈ മീനുകളെയൊക്കെ. ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം എണ്ണമാണ് ഇവിടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് കയറുന്നത് കേട്ടോ. ജമ്പ് ചെയ്ത് അവിടെ ഒരാൾ കയറിയിട്ടുണ്ട് സൈഡ് ചെയ്യണോ. പക്ഷെ അതേ ഫോഴ്സ് തിരിച്ചു വരുന്നുണ്ടോ കഷ്ടം. പക്ഷെ അവർ വീണ്ടും താഴത്ത് വീണ്ടും ഒരു സൈഡിൽ കയറി. അപ്പം നമ്മൾ ഒത്തിരി മീനിന് താഴോട്ട് ഒഴുകി വരുന്നുണ്ട്. അവർക്ക് ബാലൻസ് പോയിട്ട് അവർ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ഭീകര കാഴ്ച തന്നെ. ആ പോട്ട് ഹോളിലൊക്കെ ഒന്നിങ്ങനെ സാൽമൺ വെയിക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ അതിങ്ങനെ തമ്മിലിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊക്കെയാണ് അവിടെ കിടന്ന്. അപ്പോൾ അതിങ്ങനെ ഇതായത് ഇങ്ങനെ കേട്ടോ വലിയ സാൽമണൊക്കെ ഉണ്ട്. വലിയ സൈസിലുള്ള കിങ് സാൽമൺ ഉണ്ട്. അതിൻ്റെ കളർ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുക. അതിനകത്തുണ്ട് ഒരു കളർ വ്യത്യാസമുള്ള സാൽമണൊക്കെ കിങ് സാൽമണാണ്. അവരിങ്ങനെ വീതി കയറുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൊക്കായി സാൽമണൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ കണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായതാണ് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതാ എത്രമാത്രം സാൽമണാന്ന് നോക്കിയാൽ ശരിക്കും വൺസ് ഇൻ എ ലൈഫ് നമ്മളിവർക്ക് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും അതിൻ്റെ ഒരു ജീവിത ശൈലി അല്ലേ, ഏത് രീതിയിലാണ് അത് പോകുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മൾ റിയലായിട്ട് എപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം സാൽമൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് നമ്മൾ കിച്ചിഗൻ അലാസ്കയിൽ തന്നെ വരേണ്ടി വരും. ഈ ഡൗൺ ടൗൺ മൊത്തം ഇതേപോലെ നമുക്ക്
സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. അത് കാരണം മാപ്പ് കൊണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ അത് കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ഡെക്കിൽ കൂടി ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി പോവാണ്. ഡെക്കിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതേപോലെ സ്റ്റെയറുകളാണ് മൊത്തം മുകളിലേക്ക്. കുറേ സ്റ്റെപ്പുകൾ കയറിയാൽ എല്ലാ വീട്ടിലും എത്താൻ പറ്റുള്ളൂ. എല്ലാം ഇങ്ങനെ കുന്നിൻ്റെ ചെരുവുകളായിട്ടാണ് വീടുകളൊക്കെ വരുന്നത്. നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഡെക്കിൽ കൂടെയാണ് നമ്മൾ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി പോകാം. ഈ സൈഡിലൊക്കെ നമ്മൾ ഇത് തന്നെ കാണുന്ന സാമൻ്റെ കുറേ കൂട്ടങ്ങളിങ്ങനെ ജമ്പ് ചെയ്ത് ഈ വെള്ളത്തിൽ കൂടെ കയറി പോകുന്നത്. ഇനി നമുക്ക് താഴെ ഡൗൺ ടൗണിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ ഈ കാണുന്നതാണ് ആനി പ്ലേസ് എന്ന് പറഞ്ഞാൽ 1920 ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ലേഡിയുടെ ഒരു ഫിഷ് ആൻഡ് ചിപ്സും അതുപോലെ ബബിൾ ടീ ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പം ഞാനിതാ ഇതിൻ്റെ ലൈനപ്പ് ഒന്ന് കാണിക്കുക. എത്രമാത്രം ആൾക്കാർ ഇവിടെ ഫുഡ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഈ സാൽമണെ കണ്ടുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇതാ ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മൾ തപ്പി നടന്ന ആളിതാ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് സീ ലയണാണ്. ഇതാ ഈ സാൽമണ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ സൗണ്ട് ഇടുന്ന കേട്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് ആള് കണ്ടോ. ഇത്രയും വലിയൊരു സീ ലയണാണത്. ഇങ്ങനെ ഇഷ്ടം പോലെ മീനെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതുവഴി. ഇതുവഴിയുണ്ട് ആള്. താന്ന് പൊങ്ങിയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കണ്ടോ. നമ്മൾ ഡക്ക് ബോട്ടിൽ പോയി പോരണം വന്നായിരുന്നു, പക്ഷെ അത് മിസ് ചെയ്ത് പോയി, കാണാൻ പറ്റിയില്ല നമുക്ക്. ഇത്രമാത്രം വലുപ്പമുള്ള ആളാണ്. ഇങ്ങനെ ആ മീശയൊക്കെ പിരിച്ച് നടക്കുന്നുണ്ടോ. അതിൻ്റെ ഫുൾ സൈസ് നമ്മൾ കാണുമ്പോൾ ഇതുപോലിരിക്കും. അങ്ങനത്തെ ഒരു തോട്ട് പോവാണ് ആശ. സ്റ്റെയർ വാക്കിൽ കയറി വന്നപ്പം കണ്ടതാണ് ഒരു സീ ലയൺ. അതിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആനി പ്ലേസ് ഒരു പഴയ ഒരു കാലത്തെ ഒരു കടയാണ്. ഇവിടെ കുറേ അധികം റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്കിങ്ങനെ ഈ ഡെക്കിലിരുന്ന് ഈ വാട്ടർ ഫ്രണ്ടിൽ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകും. ഇപ്പം തിരിച്ച് നടന്നു പോകുന്നത് ഡൗൺ ടൗണിലേക്കാണ്. ഇവിടെ നമുക്ക് ഫിഷ് ഓർഡർ ചെയ്യാൻ പറ്റും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യുമെന്ന് അവർ പറയുന്നത്. ഇഷ്ടമുള്ള ടൈപ്പ് ഫിഷ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ നമുക്ക് സ്മോക്ക്ഡ് അല്ലാത്ത സാൽമണൊക്കെ ഡെലിവറി ചെയ്ത് തരും. സൈഡിൽ കുറേ ക്യാപ്പ്, സോനീർ അങ്ങനെ ഇരിക്കുന്ന കുറേ കടകളാണ് ഈ സൈഡിലുള്ളത്. ഇനി ഇവിടെ പഴയൊരു ഹെറിറ്റേജ് ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇതുവഴി മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഞാനൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാമേ. ഒരു സാമൻ്റെ വലിയൊരു കൂട്ടം അവരിങ്ങനെ അവിടുന്ന് മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, എന്തൊരു വലിയ ഗ്രൂപ്പ് അല്ലേ. അതുപോലെ കുറേ മീനുകളാണ്. നമ്മളെപ്പോഴും ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടത്തിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഈ മീൻ പോകുന്നില്ല. എപ്പോഴും ഇങ്ങനെ കൂട്ടത്തോടാണ്, വലിയൊരു ഗ്രൂപ്പാണ് ഇങ്ങനെ കയറി പോകുന്നത് ഇതുവഴി. ഈ ഒരു കടയിലെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തേക്കുന്നത് കൊള്ളാമല്ലേ. നമ്മളിങ്ങനെ ഇതുവഴി നടന്നു പോകുമ്പോൾ കാണുന്നതാണ്. കുറേ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് നല്ല രസകരമായൊരു വാട്ടർഫോള്. ഇവിടെ ഒരു ഹ്യൂജ് വാട്ടർഫോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അതെല്ലാം ഒരു LED ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് ഡൗൺ ടൗണിനടുത്തെത്തി. അതിൻ്റെ അടുത്തായിട്ടാണ് ഡോളീസ് ഹൗസ്. ഈ കാണുന്നതാണ്. ഇഫ് യു കനോട്ട് ഫൈൻഡ് യുവർ ഹസ്ബൻഡ് ഹീസ് ഇൻ ഹിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം അല്ലേ. പഴയ ബിൽഡിംഗ് തന്നെയാണ് ഇപ്പോഴും അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഡോളീസ് ഹൗസ് ഹിസ്റ്റോറിക്കൽ റെഡ് ലൈറ്റ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാണ് $10 ഇവിടെ ഈ ടൂറിൻ്റെ ചാർജ്. നമ്മൾ ഈ കാണുന്ന കിച്ചകിൻ്റെ ക്രീക്ക് സ്ട്രീറ്റ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ ക്രീക്കിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാൻമെയ്ഡ് സ്ട്രീറ്റ്. അപ്പോൾ അതിങ്ങനെ ഒരു എലിവേറ്റ് ചെയ്ത് അതിനടിയിൽ കൂടെ വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ സ്റ്റോറുകൾ ചേർത്തിട്ടാണ് ഈ ക്രീക്ക് സ്ട്രീറ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. റെയിനി ഫോറസ്റ്റ് എന്നാണ് കിച്ചണിനെ അറിയപ്പെടുക. അതായത് ഒരു വർഷത്തിൽ ഏകദേശം 40 ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ മഴയാണ്. ഇതാണ് നമ്മൾ ഇവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ ടോട്ടം പോൾ. ഇതായി പൊക്കത്തിൽ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ പകുതി വരെ അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് മേലോട്ട് വരും പ്ലെയിനായിട്ട് അങ്ങ് പോയേക്കുവാണ്.
പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ടാണ് ഒരു കഴുകനിരിക്കുന്നത്, അല്ല പരന്നിരിക്കുന്നത്. അപ്പം അതാണ് ഈ ടോട്ടം പോള്. ഇത് കിച്ചിങ്ങൻ ഡൗൺ ടൗണിലുള്ളൊരു ടണലാണ്. അതിൻ്റെ മുട്ട് മണ്ടലായിട്ടൊരു വീടുണ്ട്. ആ വീട് കളയാതെ അവർ ടണലാക്കിയായിട്ടാണ് ഇവിടെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് പഴയ വഴി. അപ്പോൾ അതിന് വീതി കുറവായതുകൊണ്ടാണ് അവർ ഇപ്പോഴത്തെ സൈഡിലേക്ക് ചെയ്തിരിക്കുന്നത്. കാണുന്നത് കിച്ചിങ്ങൻ സിറ്റി ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ ആ വീട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ടണൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മണ്ടയിലായിട്ട് 2-3 വീടുകളുണ്ട്. പഴയ ഹെറിറ്റേജ് ഹോംസാണ് അതൊക്കെ. സിറ്റിയുടെ നടുവിലായിട്ട് ഇതേപോലൊരു മൗണ്ടനാണ്. ഈ മൗണ്ടൻ്റെ മണ്ടയിലാണ് ആ വീടുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർ നശിപ്പിക്കാതെ റോഡ് ഉണ്ടാക്കിയതാണ് നമ്മൾ ആ കണ്ട ടണൽ. അപ്പോൾ ആ ടണലിൻ്റെ സൈഡ് വഴിയുള്ള വഴിയാണ് നമ്മളിപ്പം വരുന്നത്. നമ്മുടെ ഷിപ്പ് ഇവിടുന്ന് എംബാർക്ക് ചെയ്യുന്ന ടൈം 4:30 ആണ്. ഇവിടെ നമുക്ക് സമയം 3:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4:30 ഒരു 10 minutes വാക്ക് കൂടിയേ ഉള്ളൂ നമുക്ക് ക്രൂസിൻ്റെ അടുത്തേക്ക് എത്താൻ. ഈ ബെയർ ആർട്ടിക് ബാറിൻ്റെ പേരാണ്. ഇതാ അവിടെ മേളിലായിട്ട് ആ ബെയറിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക് ബാർ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ ഇങ്ങനെ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടൊരു ബർഗർ ഷോപ്പുണ്ട്. കുറേ ആൾക്കാർ അവിടെ ലൈനപ്പ് ആയിരുന്നു മുമ്പേ. അപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു. ഇതാ ഈ സൈഡിലായിട്ടും ബാറുകളും ബിയർ ഷോപ്പുകളൊക്കെ ആയിട്ടാണ് ഈ സൈഡ് മൊത്തം. അങ്ങനെ കിച്ചനോട് ബൈ ബൈ പറയാണ്. എംബാർക്കേഷൻ പരിപാടികളിലേക്ക് നമ്മളിതാ താങ്ക് യു. നമ്മൾ വീണ്ടും ഇതാ ഗാങ് വേയിലോട്ട് കയറി പോവാണ്. കിച്ചന് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് അലാസ്കയുടെ കിച്ചൺ. പൊളിയല്ലേ? നമ്മളുടെ ഡിന്നർ മെനു ആണ് ഈ കാണുന്നത്. ഇതാണ് ഷെഫിൻ്റെ ഡിന്നർ റെക്കമെൻഡേഷന്. ഇപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതിനകത്തൊരു റാക്ക് ഓഫ് ലാമ്പ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെനു ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓവൻ റോസ്റ്റ് കോളിഫ്ലവർ സ്റ്റീക്ക് ഉണ്ട്. അത് രണ്ടുമാണ് അവർ റെക്കമെൻഡേഷൻ ഉള്ളത്. ഇതാ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ഇവിടെ ഇതൊക്കെയാണുള്ളത്. മെയിൻ കോഴ്സ് അതാണ് ഡെസേർട്ട്സ് വരുന്നത്. നമ്മൾ ആദ്യം ഇതാ ഈ സൈഡ് ഒരു സ്റ്റാർട്ടർ പോലെ നമുക്ക് കിട്ടുകയാണ് ഈ സ്ട്രിം. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒരു വൈൻ ബേസ് ചെയ്തിട്ടുള്ളൊരു സോസ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ലെമൺ അങ്ങോട്ട് ഇടാം. ഇതാ ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ടു. ഇതാണ് സ്ട്രിം. ഇതിൻ്റെ ബേസ് ഇതിൻ്റെ സോസിൻ്റെ ബേസ് ഒരു വൈനാണ്. വൈൻ ഫ്ലേവറിലാണ് ഇതിൻ്റെ സോസ് വരുന്നത്. ഒരു ലൈറ്റ് സ്വീറ്റ് ആയിട്ടും ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളൊരു സോസാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ആ വൈൻ്റെ ചെറിയ കിക്കാണ് കിട്ടുന്നത്. ആ ഒരു സോസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. നമ്മുടെ സ്റ്റാർട്ടറാണിത്. ലോബ്സ്റ്റർ അതേപോലെ സ്ട്രിംബൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വരിക. ഒരു സീ ഫുഡ് മിക്സാണ് ശരിക്കും സ്റ്റാർട്ടറിനകത്തുള്ള. സൈഡിലായിട്ട് ഓണിയൻ്റെ ഒരു തണ്ടൊക്കെ വെച്ചിട്ടാണ് അതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ കൂടി ഇതാ ആ ഒരു ഗ്രേവി വന്നിട്ടുണ്ട്. സ്ട്രിമ്പിൻ്റെ ഒരു പീസ് തന്നെ എടുത്തും കിടങ്ങാം. അത് ലോബ്സ്റ്റർ ആയിരുന്നു കേട്ടോ, സ്ട്രിംബ് പോലെ ഇരുന്നാലും. ഇതും ലോബ്സ്റ്ററിൻ്റെ ഒരു പീസാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലോബ്സ്റ്റർ. നമ്മളെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ അലൊന്നങ്ങ് പോവാം. ടേസ്റ്റ് ഉണ്ട്. കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതൊരു പബ്സിനകത്തായിരുന്നു ഇത് പാക്ക് ചെയ്ത് വന്നത്. ഇതാണ് പബ്സിൻ്റെ ഔട്ട് സൈഡ് ഷെല്ല്. ഒരു പൊട്ടറ്റോ ബേസ് ചെയ്തിട്ടുള്ളൊരു സോസാണ്. കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് ആ സോസിന്. ഉപ്പിങ്ങനെ എടുത്തറിയുന്നുണ്ട്. ഇതാണ് മെയിൻ കോഴ്സ് റാക്ക് ഓഫ് ലാമ്പ്. അപ്പം നമ്മുടെ 3 റാക്ക് പീസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കോളിഫ്ലവർ ബേസ് ചെയ്തിട്ടുള്ളൊരു പേസ്റ്റ് ആണ് ഇതിൻ്റെ താഴെയുള്ളത്. പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ് അതേപോലെ തന്നെ ബീൻസൊക്കെ മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ലാമ്പ് എടുത്തു തുടങ്ങാം. ഇതാ ഒരു ഹെവി പോർഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. സോസ് കൊണ്ട് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതിലൊന്നുകൂടെ ഞാൻ ഡിപ്പ് ചെയ്തെടുത്തു. നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റ് ആയതുകൊണ്ട് വെൽ കുക്ക്ഡാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഫീൽ ചെയ്യുന്നത്.
ഈ സ്വീറ്റ് ഡിസേർട്ടിൻ്റെ പേര് അലാസ്കൻ ബ്ലൂബെറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് വരുന്നത് ബ്രെഡ് ക്രംസ് പോലെ, അതിന് താഴെയും ബ്ലൂബെറി ഫ്രൂട്ടാണ്. ടോപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു ഐസ്ക്രീമും അതിൻ്റെ ടോപ്പിൽ ഒരു റാസ്ബെറി പേസ്റ്റുമാണ് ഈ കാണുന്നത്. ഈ താഴെ വരുന്നതാണ് ബ്ലൂബെറി, ടോപ്പിലെ റാസ്ബെറി, പിന്നെ ഐസ്ക്രീമും. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ. നമുക്ക് ആ ബ്ലൂബെറി ബിസ്ക്കറ്റും കുറച്ച് ഐസ്ക്രീം കൂടി എടുത്ത് കഴിച്ചു തുടങ്ങാം. ബ്ലൂബെറി ബേസ് വന്നിരിക്കുന്നത് കുറച്ച് ഹോട്ടാണ്. ടോപ്പിൽ ഈ ഐസ്ക്രീം നല്ല സ്വീറ്റും തണുപ്പുമാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ബ്ലൂബെറി ഉണ്ടോ, നല്ല ഒരു ബേക്ക് ചെയ്തിട്ടുള്ളൊരു ബ്ലൂബെറിയാണ്, നല്ല ചൂടുണ്ട്. ഇത് നമ്മുടെ ഈ സ്വീറ്റ് ഡിഷ് കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമ്മുടെ അലാസ്കൻ ട്രിപ്പിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചിക്കൻ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, ഡക്ക് ടൂറൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഈ ഡിന്നർ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഈ ട്രിപ്പ് കണ്ടിന്യൂ ആവുന്ന നാളത്തെ ഒരു ഡേ ഉണ്ട്. അതിനുശേഷം നമ്മൾ വാൻകൂവറിലെത്തുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ വീഡിയോ തീരുക. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മളുടെ ഈ അലാസ്കൻ ട്രിപ്പ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഈ ടൂറിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. നമ്മൾ ഉടനെ അടുത്ത അലാസ്കൻ ഫൈനൽ വീഡിയോയിൽ കാണുന്ന അതുവരെ എല്ലാവർക്കും ബൈ. you